Namaskaram. Now what you see on the board is a list of the 4 fundamental forces in nature. As you go down the list, the magnitude of the force increases, which means that nuclear forces are the strongest forces in nature, whereas gravitational forces are the weakest. And among these 4 forces, you have made an extensive study of gravitational forces in your plus 1 classes. And in today's class, we will discuss about the basics of the third force, which is electromagnetic. The name electromagnetic force has got 2 parts, electric and magnetic. Now, these 2 forces, electric forces as well as magnetic forces, require bodies to have the property electric charge, which means that only those bodies having electric charge can experience electric force and magnetic force. If a body doesn't have the property electric charge, it cannot experience electric force or magnetic force. നമ്മൾ പഠിച്ച 4 ഫണ്ടമെന്റൽ ഫോഴ്സുകളിൽ പേര് പഠിച്ചിട്ടുണ്ട് 4 അതിൻ്റെ മൂന്നാമത്തെ ഫോഴ്സാണ്. അതിലെ മൂന്നാമത്തെ ഫോഴ്സാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ആ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൽ പേരിനകത്ത് 2 ഭാഗങ്ങളുണ്ട്, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക്. ഈ 2 ഫോഴ്സുകളും ഇലക്ട്രിക് ഫോഴ്സ് അതേപോലെ മാഗ്നറ്റിക് ഫോഴ്സ് രണ്ടും അനുഭവപ്പെടണമെങ്കിൽ വസ്തുക്കൾക്ക് ചാർജ് വേണം. ചാർജ് ഇല്ലാത്ത വസ്തുക്കൾക്ക് ഇലക്ട്രിക് ഫോഴ്സും അനുഭവിക്കാൻ പറ്റില്ല, മാഗ്നറ്റിക് ഫോഴ്സും അനുഭവിക്കാൻ പറ്റില്ല. ചാർജുള്ള വസ്തുക്കൾ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന സമയത്തും ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അവയ്ക്കിടയിൽ ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ട്. അതേസമയത്ത് ചാർജുള്ള വസ്തുക്കൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രം അവർക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സാണ് മാഗ്നറ്റിക് ഫോഴ്സ്. ഈ കൂട്ടത്തിൽ ഈ 2 ഫോഴ്സുകളിൽ ഇലക്ട്രിക് ഫോഴ്സിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. We study the electric force between charges when they are stationary. നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ചാർജുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫോഴ്സിനെ പറ്റിയിട്ടാണ് തുടക്കത്തിൽ പഠിക്കുന്നത്. നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ചാർജുകളെ സ്റ്റാറ്റിക് ആയ ചാർജുകൾ എന്ന് പറയും. അതുകൊണ്ട് ഈ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന 2 ചാർജുകൾക്കിടയിലുള്ള ബലത്തിന്, അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന 2 എന്നുള്ള ലിമിറ്റേഷൻ ഒന്നുമില്ല, നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ചാർജുകളുടെ ഇടയിലുള്ള ഫോഴ്സിനെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് 2 നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ചാർജുകൾക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നാണ്. 2 സ്റ്റേഷനറി ചാർജുകൾ ഇമാജിൻ ചെയ്യുക. ഫസ്റ്റ് വൺ ഹാസ് ഗോട്ട് എ ചാർജ് Q1 and the second one has a charge Q2. Now let us assume that the separation between these 2 charges, the distance between these 2 charges is r meter, and also that the medium between the 2 charges is vacuum. So we have made 2 assumptions. The distance between the 2 charges is r meter and the medium between them is vacuum. അപ്പോൾ ഇങ്ങനെയാണ് സിറ്റുവേഷൻ എങ്കിൽ ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് സിറ്റുവേഷൻ ആണ്. 2 ചാർജ് സ്റ്റേഷനറി ആയതുകൊണ്ട് ഈ 2 ചാർജുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള നിയമം ഉണ്ടാക്കിയത്, ആ നിയമം കണ്ടുപിടിച്ചത് കൂളും എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ചാൾസ് അഗസ്റ്റിൻ ഡി കൂളും എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇൻ ദ ഇയർ 1785. According to Coulomb's law, the force between these 2 charged particles, if it is F, then that force is directly proportional to the product of the charges, and the same force is inversely proportional to the square of the distance between the 2 charges. Now combining these 2, what we get is F is proportional to Q1 into Q2 divided by R square. Now in SI system, the proportionality constant is 1 by 4 pi epsilon 0. We will explain the meaning of this constant epsilon later. So the proportionality constant in SI system is 1 by 4 pi epsilon 0 into Q1 into Q2 divided by R square. Now epsilon 0 is called the permittivity of vacuum. എപ്സിലോൺ 0യെ വാക്വത്തിൻ്റെ പെർമിറ്റിവിറ്റി എന്നാണ് വിളിക്കുന്നത്. 2 ചാർജുകൾക്കിടയിലുള്ള മീഡിയം വാക്വം ആയതുകൊണ്ടാണ് ഈ ഇക്വേഷൻ്റെ ഡിനോമിനേറ്ററിൽ വാക്വത്തിൻ്റെ പെർമിറ്റിവിറ്റി വന്നത്. അപ്പോൾ പെർമിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അനുവദിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ പെർമിറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്തോ ഒരു സംഗതിയെ ഈ ചാർജുകൾക്കിടയിലുള്ള മീഡിയമായ വാക്വം അനുവദിക്കുന്നുണ്ട്. അതെന്താണെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് മനസ്സിലാക്കാം.
Now, if the medium between the two charged particles is replaced by water, ഏതെങ്കിലും മറ്റേതെങ്കിലും മീഡിയം ആണെന്ന് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ വാട്ടർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ്റെ ഡിനോമിനേറ്ററിലെ എപ്സിലോൺ സീറോയ്ക്ക് വരും പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ ആണ് വരിക. അപ്പോൾ നമ്മൾ ഫോഴ്സ് ബിറ്റ്വീൻ ദ ടു ചാർജ്ഡ് പാർട്ടിക്കിൾസ് വെൻ ദ മീഡിയം ബിറ്റ്വീൻ ദം ഇസ് വാക്വം എന്നുള്ളതിനെ FO എന്ന് റിപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ വാക്വത്തിലാവുന്ന സമയത്തുള്ള ഫോഴ്സ് ഈസ് 1/4π എപ്സിലോൺ സീറോ. ഇപ്പോൾ നമ്മൾ എഴുതിയ ഇക്വേഷൻ തന്നെ എപ്സിലോൺ സീറോ Q1 into Q2 divided by R squared. If the medium between the two charged particles is replaced by water, then the equation for force becomes FW equal to 1/4π epsilon of W, epsilon of water into Q1 into Q2 divided by R squared. ബാക്കി ടേമുകളൊക്കെ സെയിം ആണ്. 1/4π രണ്ട് സ്ഥലത്തുകൊണ്ട് ബാക്കി രണ്ട് ടേമുകൾ Q1 Q2 by R squared ഇവിടെ ഉണ്ട്, Q1 Q2 by R squared ഈക്വേഷനിലുണ്ട്. പക്ഷേ എപ്സിലോൺ സീറോയുടെ സ്ഥാനത്ത് ഇവിടെ എപ്സിലോൺ ഓഫ് വാട്ടർ ആണ് വന്നിരിക്കുന്നത്. വിച്ച് മീൻസ് ദാറ്റ് the electrostatic force between two charged particles is decided not only by the magnitudes of their charges and the separation between them, but also by the nature of the medium between them. രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസിനിടയിലുള്ള ഫോഴ്സ് എത്രയാണെന്ന് തീരുമാനിക്കുന്നതിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസിലെ ചാർജിനും അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസിനും ഒപ്പം ആ രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസിനിടയിൽ വെച്ചിരിക്കുന്ന മീഡിയത്തിന് കൂടി പങ്കുണ്ട്. മീഡിയം കൂടി തീരുമാനിക്കുന്നുണ്ട് ഒരു ചാർജിൽ നിന്നും എത്ര ഫോഴ്സ്, ഒരു ചാർജിന് മറ്റൊരു ചാർജിൻ്റെ മുകളിൽ എത്ര ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ എത്ര ഫോഴ്സ് പ്രയോഗിക്കാൻ പറ്റുമെന്നുള്ള കാര്യം. ആൻഡ് ദിസ് ഈസ് അൺലൈക്ക് വാട്ട് വി ലേൺഡ് അബൌട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ്. രണ്ട് മാസുകൾക്കിടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സുകൾക്ക് ആ രണ്ട് ബോഡികൾക്കിടയിലുള്ള മീഡിയം മാറ്റുന്നത് കൊണ്ട് മാറ്റമൊന്നും വരുന്നില്ല. അവിടെ മീഡിയത്തിന് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണ് തീരുമാനിക്കുന്നതിൽ. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എത്രയാണെന്ന് തീരുമാനിക്കുന്നതിൽ മീഡിയത്തിന്, ചാർജ്ഡ് പാർട്ടിക്കിൾസിനിടയിലുള്ള മീഡിയത്തിന് പങ്കുണ്ട്. ഇനി ഈ പെർമിറ്റിവിറ്റിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ. പെർമിറ്റിവിറ്റി ഓഫ് വാക്വത്തിൻ്റെ വാല്യൂ 8.85 into 10⁻⁻12 കൂളും സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. കൂളും എന്ന് പറയുന്നത് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഈ നിയമം കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് കൂളും എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എപ്സിലോൺ സീറോയുടെ വാല്യൂ ആണ് SI സിസ്റ്റത്തിലെ വാല്യൂ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വാല്യൂ നോക്കാം. വാക്വത്തിലാവുന്ന സമയത്ത് ഫോഴ്സ് ബിറ്റ്വീൻ ദ ടു ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഈസ് ഗിവൺ ബൈ 1/4π ഇൻറ്റു എപ്സിലോൺ സീറോയുടെ സ്ഥാനത്ത് 8.85 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു Q1 ഇൻറ്റു Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഈ ഫസ്റ്റ് ടേമിൻ്റെ വാല്യൂ അതിനെ വാല്യൂട്ട് ചെയ്താൽ കിട്ടുക ദിസ് ഇസ് ഈക്വൽ ടു 8.995 which will approximately equal to 9 into 10⁻⁹ into Q1 into Q2 divided by R square. അപ്പോൾ SI സിസ്റ്റത്തിലെ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയാലും മതി. ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻ വാക്വം ഈസ് 9 into 10⁻⁹ into Q1 Q2 divided by R square. Now we are going to define the unit of electric charge കൂളും. നമ്മൾ 1 കൂളും ഡിഫൈൻ ചെയ്യാൻ പോവാം. കൂളും എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കുക. അത് ഈ ബി പ്രൊനൗൺസ് ചെയ്യില്ല, കോളോം എന്നേ പറയുള്ളൂ, ബി പ്രൊനൗൺസ് ചെയ്യില്ല. ത്രീയെ പറയും കോളോം. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് we are going to define the unit of electric charge. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സപ്പോസ് ദാറ്റ് Q1 equal to Q2 equal to 1 കൂളും പ്ലസ് 1 കൂളും വീതമാണ് നേരത്തെ പറഞ്ഞ രണ്ട് ചാർജുകളെന്ന് വിചാരിക്കും. ഈ രണ്ട് ചാർജുകൾ Q1ൻ്റെയും Q2വിൻ്റെയും മാഗ്നിറ്റ്യൂഡുകൾ പ്ലസ് 1 കൂളും വീതമാണ് എന്ന് വിചാരിക്കും. ആൻഡ് ഓൾസോ ദാറ്റ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ടു ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഈസ് 1 meter. And we again assume that the medium between the two charged particles is vacuum. Vacuum ആയതുകൊണ്ടാണ്
ഈ ഇക്വേഷനിൽ 9 × 10⁹ വന്നത് എപ്സിലോൺ സീറോന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം ആ മാറ്റങ്ങൾ ആ വാല്യൂസ് ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നു? FO ഈക്വൽ ടു 9 × 10⁹ ഇൻറ്റു Q1ന്റെ സ്ഥാനത്ത് 1 കൂളും ഇൻറ്റു Q2ന്റെ സ്ഥാനത്ത് അഗെയിൻ 1 കൂളും ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ സ്ഥാനത്ത് 1 m², which is equal to 9 × 10⁹. Force is equal to 9 × 10⁹. അപ്പോൾ എന്താ ഇതിന് ശേഷം ഇതിൻ്റെ യൂണിറ്റ് എന്താ പറയുക? LHSൽ ഫോഴ്സ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ് ഇവിടെ വരിക ന്യൂട്ടൺ. അപ്പോൾ എപ്പോഴാണ് രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് 9 × 10⁹ ന്യൂട്ടൺ ആവുന്നത്? ഈ കണ്ടീഷനുകൾ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. when each charge has got a magnitude of 1 coulomb. Also when the separation between the two charged particles is 1 meter. Again when the medium between the two charged particles is vacuum. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ we can define 1 coulomb. 1 coulomb എന്ന് പറയുന്നത് ആ ചാർജാണ്. ആ ചാർജിന്റെ പ്രത്യേകത which experiences a force of 9 × 10⁹ Newton. അതിന് 9 × 10⁹ Newton ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആര് കാരണം? ബൈ എ സിമിലർ ചാർജ്, മറ്റൊരു 1 coulomb ചാർജ് കാരണം. എവിടെ വെച്ചിരിക്കുന്ന? പ്ലേസ്ഡ് ഇൻ വാക്വം. എത്ര ദൂരത്തിൽ വെച്ചിരിക്കുന്ന? ആദ്യത്തെ നിന്ന് എത്ര ദൂരത്തിൽ വെച്ചിരിക്കുന്ന? പ്ലേസ്ഡ് ഇൻ വാക്വം അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 meter. So 1 coulomb is that charge which experiences a force of 9 × 10⁹ Newton when placed in vacuum at a distance of 1 meter from an equal and similar charge. ഇനി ഈ ഫോഴ്സിന്റെ നാച്ചർ കൂടി നോക്കാം. രണ്ടും പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ 9 × 10⁹ Newton എന്ന് പറയുന്നത് റിപ്പൾസീവ് ഫോഴ്സ് ആണ്. പോസിറ്റീവ് ചാർജ് റിപ്പൽ ചെയ്യാന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതും കൂടെ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ ഡെഫിനേഷൻ കംപ്ലീറ്റ് ആയി. 1 coulomb is that charge which experiences a repulsive force of 9 × 10⁹ Newton when placed in vacuum at a distance of 1 meter from an equal and similar charge. So that is the definition of 1 coulomb. So we have come across a new term, a new physical quantity called permittivity. ആ പെർമിറ്റിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന പുതിയൊരു ടേമാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. Suppose that the permittivity of a particular medium is epsilon m. This is pronounced as epsilon. ഒരു ഗ്രീക്ക് ലെറ്റർ ആണ് എപ്സിലോൺ എന്ന് പറയുന്നത്. എപ്സിലോൺ എന്നാണ് ഇത് വായിക്കുന്നത്. EPSILON. That is the pronunciation. So suppose that a given medium has got an electric permittivity of epsilon m. We already know that epsilon 0 represents the absolute permittivity of vacuum. Vacuum is also known as free space. Now take the ratio epsilon m divided by epsilon 0. Now this is a comparison. We are making a comparison of the permittivity of a medium with permittivity of vacuum. ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയെ വാക്യൂത്തിന്റെ പെർമിറ്റിവിറ്റിയുമായി താരതമ്യം ചെയ്യാൻ. മാത്തമാറ്റിക്സിൽ താരതമ്യം ചെയ്യുക എന്ന് പറയുന്നതിന്റെ ഓപ്പറേറ്ററാണ് ഡിവൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ 10/5 എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം 2 ആണെന്ന് അറിയാം. ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? 10 ഈസ് 2 × 5. 5മായി താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ 2 ടൈംസ് ആണ് 10. അതേപോലെ എപ്സിലോൺ ബൈ എപ്സിലോൺ 0, ഉദാഹരണത്തിന് എപ്സിലോൺ ബൈ എപ്സിലോൺ 0യുടെ വാല്യൂ 1.5 ആണെങ്കിൽ അതിന്റെ മീനിങ് ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി വാക്യൂത്തിന്റെ പെർമിറ്റിവിറ്റിയുടെ 1.5 ടൈംസ് ആണ്. എപ്സിലോൺ m is equal to 1.5 ടൈംസ് എപ്സിലോൺ 0. ഇതാണ് ഇതിന്റെ മീനിങ്. അപ്പം 1.5 is the value of epsilon m relative to epsilon 0. എപ്സിലോൺ എമ്മിനെ അപേക്ഷിച്ച് എപ്സിലോൺ 0 അപേക്ഷിച്ച് റിലേറ്റീവ് ടു എപ്സിലോൺ എമ്മിനെ അപേക്ഷിച്ച് എത്ര മടങ്ങ് എപ്സിലോൺ 0യെ അപേക്ഷിച്ച് എത്ര മടങ്ങ് വലുതാണ് എപ്സിലോൺ എം എന്ന് പറയുന്ന റേഷ്യോ ആണ് ഈ 1.5. And therefore the quantity epsilon m by epsilon 0 is called the relative permittivity of this medium, or the permittivity of this medium with respect to vacuum. അപ്പോൾ വാക്യൂത്തിന്റെ പെർമിറ്റിവിറ്റിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എത്ര മടങ്ങാണ് എന്ന് കാണിക്കുന്ന നമ്പറിനെയാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റിപ്രസെന്റഡ് യൂസിംഗ് ദ ലെറ്റർ എപ്സിലോൺ r. R stands for relative, or simply by writing capital K. So relative permittivity is defined as a ratio of permittivity of a medium to that of vacuum. Now what is the unit of epsilon r? Epsilon r ന് യൂണിറ്റ് ഇല്ല. എപ്സിലോൺ എമ്മിന് എപ്സിലോൺ 0ക്ക് ഒരേ യൂണിറ്റ് ആണ്. അപ്പോൾ യൂണിറ്റ് ഇല്ലാത്ത ഒരു നമ്പർ മാത്രമാണ് എപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എപ്സിലോൺ ആറിന്റെ വാല്യൂ വളരെ കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
അതിൻ്റെ ഒരു ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി വാക്യൂത്തിൻ്റെ പെർമിറ്റിവിറ്റിയേക്കാൾ വളരെ അധികമാണ്. എപ്സിലോൺ ആർ ഈസ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി വാക്യൂത്തിൻ്റെ പെർമിറ്റിവിറ്റിയേക്കാൾ കുറവാണ്. ഓക്കെ.